എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാരുടെ ജൂൺ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ 6 of crystals, page of feathers, 4 of acorns, 3 of crystals, king of shells and last tower movement ആണ്. ആദ്യം തന്നെ 6 of crystals and king of shells energy connections. ആദ്യം തന്നെ പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സാധ്യതകൾ, സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 6 of Pentacles എനർജിയാണ്. അപ്പോൾ 2-way abundance, അതായത് നിങ്ങളിലേക്ക് ധനം വരുന്നുണ്ട്, സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നുണ്ട്, നന്നായിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ നന്നായിട്ട് സ്പെൻഡും ചെയ്ത്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച് നേടണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടായിക്കൊള്ളട്ടെ, മറ്റ് പല കാര്യങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇന്നതാണ് എനിക്ക് വേണ്ടതെന്നുള്ള ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ പറ്റുന്നൊരു സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന ഒരു വളരെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിച്ചിട്ടാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നതും വളരെയധികം ധനം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും നിങ്ങൾക്ക് തൃപ്തി നൽകുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായ ഹസ്തങ്ങൾ, ചാരിറ്റി, മറ്റുള്ളവരെ സേവിക്കുന്നത്, സാമ്പത്തികമായിട്ടായിക്കോട്ടെ അല്ലാത്ത രീതിയിലും സേവിക്കുന്ന രീതി, അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും സമ്പത്ത് ചിലവാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് വളരെ പോസിറ്റീവ് ആകുന്നുണ്ട്. അതേപോലെ മറ്റുള്ളവരിലേക്കും സഹായം കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അധികം ആഡംബരങ്ങളൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ചെയ്യാൻ പറ്റുന്നു. ഫാമിലിയോടൊപ്പം നല്ല രീതിയിൽ സമയം ചിലവഴിക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി നൽകുന്ന കാര്യമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് ഷെൽസ് എനർജി കണക്ഷനാണ്, സീ ഹോഴ്സ് എനർജിയാണ്. അപ്പോൾ സീ ഹോഴ്സ് എനർജി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഓപ്പോസിറ്റ്, അതായത് സാധാരണഗതിയിൽ ആളുകൾ ചിന്തിക്കുന്നതിൻ്റെ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എനർജിയാണ്. കാരണം സീ ഹോഴ്സ് എനർജി എന്ന് പറയുന്നത് ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ വ്യൂ പോയിൻറ്റോട് കൂടിയിട്ട് ജീവിതത്തെ നോക്കി കാണുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് ദിശയിലാണോ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ബെസ്റ്റ് ഡയറക്ഷൻ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ജീവിതത്തിൽ പലതരത്തിലുള്ള സ്ട്രെസ്സ്, ടർബുലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതുള്ളത് കൊണ്ട് ജീവിതം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് മുന്നേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പാഷൻ, ക്രിയേറ്റീവ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു ധാരണയില്ലായിരുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ചിന്ത ഇപ്പോഴും ആ ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇവിടെ. നിങ്ങളുടെ പാഷൻ നിങ്ങൾ മനസ്സിലാക്കി ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയം. അപ്പോൾ ജീവിതം ഏത് രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നു. പൊതുവേ നിങ്ങൾ ഡിസിഷൻസ് എടുക്കാൻ വളരെ പുറകിലായിട്ടുള്ള ഒരാളാണെങ്കിൽ വ്യക്തമായിട്ടുള്ള തീരുമാനം നിങ്ങളിപ്പോൾ എടുക്കുന്ന സാഹചര്യമാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. കാരണം ഇതുവരെ നിങ്ങൾ ഭയപ്പെട്ട് മാറി നിന്ന് സ്വയം തീരുമാനത്തിലേക്ക് എത്തണം. ജോലി സംബന്ധമായിട്ടുള്ള കാര്യം അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ജോലി അല്ല എങ്കിൽ നിങ്ങളൊരു പുതിയ ജോലിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ അതിനുള്ളൊരു ധൈര്യമോ ആ തീരുമാനം എടുക്കാനുള്ളൊരു പ്രചോദനമൊന്നും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ അതിനുള്ള ധൈര്യവും പ്രചോദനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ പേജ് ഓഫ് ഫെദേഴ്സ് ആൻഡ് 3 of ഷെൽസ് എനർജിയാണ്. ലൈഫ് ഓവറായിട്ട് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് നടന്നിരുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഫാമിലിയിൽ പറയാൻ നിങ്ങൾ ഒരു ഫാമിലി മാൻ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയോ ആ ഒരു റോള് നിങ്ങളെടുത്ത് അണിയുമ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ഒരു തീർച്ചയായിട്ടും ലൈഫ് സീരിയസ് ആകേണ്ടടുത്ത് ആകണം. പക്ഷെ അല്ലാതെ ലൈഫിൻ്റെ ആ ഒരു പ്ലേഫുൾനെസ്, കൊച്ചു കൊച്ചു കാര്യങ്ങൾ, സന്തോഷം, ചിരികളികൾ, അതായത് ഇത് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്
വെറുതെ സീരിയസ് ആയിട്ട് ഇരിക്കാനുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഫാമിലിയോടൊപ്പം സമയം ചിലവഴിക്കുക, കുറച്ച് എപ്പോഴെങ്കിലും ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ലൈഫ് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുണ്ടാകും, ജീവിത പ്രാരബ്ധങ്ങളായിരിക്കാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ആ ഒരു പ്ലേഫുൾനെസ്, ആ ബ്ലിസ് അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് ജീവിതം ആസ്വദിക്കുന്ന ഒരു ലെവലിലേക്ക്. കാരണം നിങ്ങൾ ഇതുവരെ ജീവിതം ആസ്വദിക്കാൻ ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടാവാം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പേജ് ഓഫ് ഫെദേഴ്സ് ആൻഡ് ടവർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള മറ്റൊരു കാര്യം, ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന വലിയൊരു ട്രോമ അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, അതിനെ നിങ്ങൾ അതിജീവിച്ച് അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്യുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന, നിങ്ങൾ ഇതുവരെ കുറേ നാളായിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ അതിനെ അഭിമുഖീകരിക്കുകയാണ്. അതായത് അതിനെ അവോയ്ഡ് ചെയ്ത് മാറ്റി അവഗണിച്ചത് കൊണ്ട് ആ പ്രോബ്ലം ഇല്ലാതാവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുകയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്. റീബിൽഡിങ് ലൈഫ്, സംതിങ് ഫൗണ്ടേഷണൽ ആയിട്ടുള്ള എന്തോ ഒന്ന് വീണ്ടും സൃഷ്ടിച്ചെടുക്കുകയാണ് നിങ്ങൾ. ജീവിതം ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസം, ആ പ്രപഞ്ചശക്തിയിലുള്ള വിശ്വാസം നിങ്ങളിലുണ്ടാകുന്നു. നിങ്ങൾ ജീവിതം ഇവാലുവേറ്റ് ചെയ്ത്, അതായത് ജീവിതത്തെ തന്നെ തിരിച്ച് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, നമ്മൾ ഒരു പസിൽ പോലെയാണ്. ആ പസിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ അത് ശരിയാവില്ല. അപ്പോൾ അത് യഥാർത്ഥ പ്ലേസിൽ മാറ്റി വെച്ച് ജീവിതം നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഒരു സമയം എന്ന് പറയാം. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വീട്, കുടുംബം, ചിലപ്പോൾ വീട് വാങ്ങിക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പെരുമാറുന്ന കാര്യമായിരിക്കും, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ഇൻവോൾവ് ആവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കരിയറിൽ നേരത്തെ പറഞ്ഞ പോലുള്ള മാറ്റങ്ങൾ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ പൊതുവേ ഒരു പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് രീതിയിലാണ് ജീവിച്ചു കൊണ്ട് വന്നിരുന്നത്. ഇപ്പോൾ ഇന്ന രീതി എന്നുള്ളത്, അപ്പം അങ്ങനെ തന്നെ തുടർന്ന് ഷാഠ്യം പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മാറി നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതി ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ കാലത്തിനൊത്ത് പോകാൻ നമ്മൾ പറയില്ല, കാലം നീങ്ങുന്നതിനനുസരിച്ചിട്ട് നിങ്ങളും നീങ്ങുന്നു മുന്നോട്ടേക്ക്. ഇപ്പോൾ ജീവിതത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നതിൽ മാറ്റം വരുത്തി ജീവിതം നിങ്ങൾ ആസ്വദിച്ച് തുടങ്ങുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ വെറുതെ വീട്ടിൽ ഒതുങ്ങി കൂടുന്നതിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ സാമ്പത്തിക കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഇല്ലാതിരുന്നവർ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരുമാനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നു. അതിലൂടെ നിങ്ങൾക്കത് ചെറിയ ചിലവുകൾക്ക് അപ്പോൾ അതൊക്കെ അതൊരു വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളതിന് ശ്രമിച്ചാൽ. കാരണം പലരും എന്ന് വെച്ചാൽ അതിനുള്ളൊരു കോൺഫിഡൻസ് കാണിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ നിങ്ങളതിന് കോൺഫിഡൻസ് കാണിച്ചത് വലിയ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ 4 ഓഫ് ഐക്കോൺസ് ആൻഡ് കിങ് ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മെൻ്റൽ ക്ലാരിറ്റി, നല്ലൊരു ഫൗണ്ടേഷൻ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഒത്തിരി സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സമയം കൂടിയിട്ടാണ്. പിന്നെ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് കുറേ നാളുകൾക്ക് ശേഷം ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. പ്രണയമുഹൂർത്തങ്ങളും സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒത്തിരി നാളുകൾക്ക് ശേഷമാകും ആ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെ ഉണ്ടാകും. പ്രഗ്നൻസി സിറ്റുവേഷൻസും ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി പ്രായമായിട്ടുള്ളവരാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയൊരു പ്രഗ്നൻസി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുക. അല്ലാത്ത പക്ഷം ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതും അതിനുള്ളൊരു ചാൻസും സൂചിപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസിഷൻ ഫേസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് പറ്റിയ സമയമാണ്. നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുതിയൊരിടത്തേക്ക് മറ്റൊരിടത്തേക്കുള്ള മാറ്റം, മറ്റൊരിടത്തേക്കുള്ള താമസം മാറുന്നതിനുള്ള സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും തൃപ്തിയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നവർ അതൊക്കെ റെഡി ആവുന്നുണ്ട്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ
നിങ്ങൾ അത്ഭുതകരമായിട്ടുള്ള എന്തോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം തരുന്ന, തീരെ പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും. സാമ്പത്തിക നേട്ടമുള്ളതാവാം, അതുപോലെ യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതും ആവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.